ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു RKNX ഷോർട്ട് കട്ട് സീരീസിലെ 6ാമത്തെ എപ്പിസോഡാണ് നമ്മളിത് ചെയ്യുന്നത്. 5 സെഷനുകളിലായി ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. അതെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിത് ചെയ്തത്. കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ അല്ലെങ്കിൽ കിർച്ചോഫ്സ് കറന്റ് ലോ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ? നമുക്കറിയാം കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ ഈസ് അബൌട്ട് എ ജംഗ്ഷൻ, അല്ലേ? ഒരു സർക്യൂട്ടിലെ ഒരു ജംഗ്ഷൻ ഞാൻ ഇതുപോലെ എടുക്കാം. ഇതിലേക്ക് കുറച്ച് കറണ്ടുകൾ വരുന്നുണ്ടെന്ന് കരുതുക. I1, I2, I3 ഇവരെ 3 പേരെ നമ്മൾ ഇൻകമിങ് കറൻസ് എന്ന് പറയും. I1, I2, I3. നോക്കൂ, I1, I2, I3 ഇവർ 3 പേരും ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകളാണ്. ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടുകളെ നമുക്ക് ഔട്ട് ഗോയിങ് കറൻസ് എന്ന് വിളിക്കാം. I4 ആൻഡ് I5. ഓക്കെ, അപ്പോൾ ആകെ 5 കറണ്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എത്ര കറണ്ട് വേണമെങ്കിലും എടുക്കാം. ഇൻ ജനറൽ ഞാനിപ്പോൾ 5 കറണ്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ പറയുന്നത് എന്താണെന്നറിയോ? സം ഓഫ് ഇൻകമിങ് കറൻസ്, അതായത് ജംഗ്ഷനിലേക്ക് വരുന്ന ടോട്ടൽ ഇൻകമിങ് കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട് ഗോയിങ് കറൻസിന് ഈക്വൽ ആയിരിക്കും. അതായത് സം ഓഫ് ഓൾ ഇൻകമിങ് കറൻസ് ഷുഡ് ബി ഈക്വൽ ടു സം ഓഫ് ഓൾ ഔട്ട് ഗോയിങ് കറൻസ്. അതായത് ജംഗ്ഷനിലേക്ക് വരുന്ന എല്ലാ കറണ്ടും കൂടി ആഡ് ചെയ്താൽ, ജംഗ്ഷനിൽ നിന്ന് പോകുന്ന എല്ലാ കറണ്ടും കൂടി ആഡ് ചെയ്താൽ അവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. അത് കോമൺ സെൻസ് ആണ്. കാരണം കറണ്ട് കനോട്ട് ഗെറ്റ് അക്യുമുലേറ്റഡ് എനിവെയർ ഇൻ എ സർക്യൂട്ട്. കറണ്ടിന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വന്ന കറണ്ട് ഇവിടുന്ന് ഫ്ലോ ഔട്ട് ചെയ്താലേ പറ്റൂ. വാട്ടറാണ് ഫ്ലോ ചെയ്യുന്നത് വയ്ക്കുക. വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ വന്നു, ജംഗ്ഷനിൽ വാട്ടർ നിൽക്കാൻ പറ്റുമോ? സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വാട്ടർ നേരെ പുറത്തേക്ക് ഫ്ലോ ചെയ്യും, അല്ലേ? അതേപോലെ തന്നെ കറണ്ട് ജംഗ്ഷനിലേക്ക് വന്ന കറണ്ട് തീർച്ചയായിട്ടും ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകണം, അല്ലേ? അപ്പോൾ ഇതാണ് കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോയുടെ ഐഡിയ. ഒരു ആൾജിബ്രൈസ് നമ്മളൊരു കറണ്ട് എടുക്കുന്ന സമയത്ത്, അപ്പം ഞാൻ ഇക്വേഷനാക്കി മാറ്റി എഴുതാം കേട്ടോ. I1 + I2 + I3 + I4 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ -I4, ഓക്കെ, പ്ലസ് I5 ഈ സൈഡിൽ കൊണ്ടുവന്നാൽ -I5 is equal to 0. ഓക്കെ, 0. അതായത് ഇപ്പം 5 കറണ്ടുകളുടെ സമ്മ് ഈക്വൽ ആണെന്ന് മനസ്സിലായി, അല്ലേ? I1 + I2 + I3 ± I4 ± I5 is equal to 0. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ആൾജിബ്രൈക് സം ഓഫ് കറൻസ് റീച്ചിങ് എനി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. ഇതിനെ ആൾജിബ്രൈക് സം എന്നാ പറയുക കേട്ടോ. ഈ പ്ലസ് കാണുന്ന കറണ്ടുകളെല്ലാം ഇൻകമിങ് കറണ്ടുകളായിട്ടും മൈനസ് കാണുന്ന കറൻസ് എല്ലാം ഔട്ട് ഗോയിങ് കറൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോയുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയും. ഇനി ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ചാർജിന്റെ ടേംസിൽ എഴുതാം. അതെങ്ങനെ എഴുതുക? നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സിഗ്മ Q is equal to 0. ആൾജിബ്രൈക് സം ഓഫ് ചാർജസ് റീച്ചിങ് ഇൻ ജംഗ്ഷൻ is equal to 0. അതും കറക്റ്റാ. കാരണം ചാർജിന് ഒരിക്കലും ജംഗ്ഷനിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് വരുന്ന ചാർജ് തീർച്ചയായിട്ടും പുറത്തേക്ക് ഫ്ലോ ചെയ്തേ പറ്റൂ. ഇപ്പോൾ Q1 + Q2 + Q3 is equal to Q1 + Q2 + Q3 is equal to Q4 + Q5 എന്നും പറയാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ പ്രോബ്ലം ചെയ്തു എന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ജംഗ്ഷൻ കാണിച്ചു തരാം. ഈ കാണുന്ന ജംഗ്ഷനെ ബേസ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ ജംഗ്ഷൻ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ജംഗ്ഷനിൽ നിന്ന് ഔട്ട് ഗോയിങ് കറൻസ് ആയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. നമ്മൾ എടുക്കുന്ന ജംഗ്ഷനിൽ നിന്ന് കറൻസ് ഔട്ട് ഗോയിങ് ആയിട്ട് മാർക്ക് ചെയ്യാം. I1, I2, I3 കണ്ടോ? എപ്പോഴും ഔട്ട് ഗോയിങ് ആയിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് സിഗ്മ I is equal to 0 എന്നാണ് സ്റ്റേറ്റ്മെന്റ്, അല്ലേ? അപ്പോൾ ഈ ജംഗ്ഷനിൽ അത് അപ്ലൈ ചെയ്താൽ എങ്ങനെ എഴുതും? I1 + I2 + I3 ഷുഡ് ബി ഈക്വൽ ടു 0. ഈ ഫോം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഓർക്കണം, കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ എന്ന് പറയുന്നത് സിഗ്മ I is equal to 0 എന്നാണ്, അല്ലെങ്കിൽ സിഗ്മ Q is equal to 0 എന്ന് എടുക്കാം. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് കേട്ടോ. കിർച്ചോഫ് സെക്കൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ജംഗ്ഷനിൽ നിന്ന് ഔട്ട് ഗോയിങ് ആയിട്ട് എല്ലാ കറൻസും മാർക്ക് ചെയ്യുക. എന്നിട്ട് I1 + I2 + I3 is equal to 0 എന്ന് എടുക്കുക. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. ഇപ്പോൾ വെൻ ദ സ്വിച്ച് ഇസ് ക്ലോസ്ഡ് കറണ്ട് I will be. ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുക, ഈ സ്വിച്ച് ഇങ്ങനെ അടയ്ക്കുക. ആ സമയത്ത് ഇതിൽ കൂടെ പോകുന്ന കറണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറയും, ഇവിടെ ജംഗ്ഷൻ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ജംഗ്ഷൻ ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുക.
ജംഗ്ഷന്റെ പൊട്ടൻഷ്യൽ ഞാൻ തൽക്കാലം എക്സ് എന്ന് എടുക്കുക കേട്ടോ. ഈ ജംഗ്ഷന്റെ പൊട്ടൻഷ്യലിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ പോയിന്റ് പൊട്ടൻഷ്യൽ ഒരു പറയുന്നുണ്ട് 20, ഈ പോയിന്റ് പൊട്ടൻഷ്യൽ 10. ഇത് ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഗ്രൗണ്ടിന്റെ പൊട്ടൻഷ്യൽ റെഫറൻസ് പൊട്ടൻഷ്യൽ കേട്ടോ, അത് 0 ആയിരിക്കും. ഇനി ഈ ജംഗ്ഷനിലേക്ക് നമുക്ക് കിർച്ചോഫ് ജംഗ്ഷൻ ലോ കൊടുക്കുക കേട്ടോ. എന്താ കിർച്ചോഫ് ജംഗ്ഷൻ ലോ? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 0. സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഞാൻ 3 കറണ്ടുകൾ അവിടെ മാർക്ക് ചെയ്യാൻ പോകും കേട്ടോ. ഒന്നാമത്തെ കറണ്ട് ഇതാണ് I1, ഈ കറണ്ട് I1 കണ്ടോ. രണ്ടാമത്തെ കറണ്ട് I2, മൂന്നാമത്തെ കറണ്ട് താഴേക്ക് I3. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതായിട്ട് വേണം എല്ലാ കറണ്ടുകളെയും മാർക്ക് ചെയ്യാൻ. I1, I2, I3. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോവാത് I1 പ്ലസ് I2 പ്ലസ് I3 ഷുഡ് ബി ഈക്വൽ ടു 0. ഇതിൽ I1 എന്താണെന്ന് പറയാമോ? ഈ കറണ്ട് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഓംസ് ലോ പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്നാണ് അല്ലേ? അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? ഈ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ എക്സ്, ഈ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ 20. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വരും? എക്സ് മൈനസ് 20 ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഓം ആണ് കേട്ടോ. 2 ഓംസ് പ്ലസ് കഴിഞ്ഞു, ഫസ്റ്റ് ടേം കഴിഞ്ഞു. ഇനി I2 നോക്കാം നമുക്ക്. I2 ഞാൻ ഇതാ എടുത്തിരിക്കുന്നത്, ഇതിലൂടെയുള്ള കറണ്ട്. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കണം. അതിൻ്റെ ലെഫ്റ്റ് എൻഡിൻ്റെ പൊട്ടൻഷ്യൽ എക്സ് ആണ്, റൈറ്റ് എൻഡിൻ്റെ പൊട്ടൻഷ്യൽ 10 ആണ്. അപ്പോൾ ഇതും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? എക്സ് മൈനസ് 10 ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 4 ആണ് അല്ലേ? അപ്പോൾ 4 എന്ന് എഴുതാം. പ്ലസ് മൂന്നാമത്തെ നമുക്ക് നോക്കാം കേട്ടോ. ഈ കാണുന്നതിന് ക്രോസ് ആയിട്ടുള്ള കറണ്ട്, അതിൽ കൂടിയുള്ള കറണ്ട് ഇതാ I3, അതിനാണ് I3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതെങ്ങനെ എഴുതും? ഇതിൻ്റെ ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇതിന് ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എക്സ് ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ എക്സ് മൈനസ് 0 ബൈ അതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 2 ഓംസ് ആണ് അല്ലേ? 2 ഓംസ് ഷുഡ് ബി ഈക്വൽ ടു 0. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. ഞാൻ LCM എടുക്കാൻ പോവാണേ. എല്ലായിടത്തും LCM ഇവിടെ 2, ഇത് 4, ഇത് 2. അപ്പോൾ LCM 4 ആണ്. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതാൻ പോവാം കേട്ടോ. മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് 20 പ്ലസ് എക്സ് മൈനസ് 10 പ്ലസ് ഇതിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ LCM എടുക്കുന്നത് കേട്ടോ. 2x ഡിവൈഡഡ് ബൈ LCM 4 ആണ്, 0 വരും കണ്ടോ. കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു 20 40, എക്സ് മൈനസ് 10 പ്ലസ് 2x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2xും എക്സും 2xും 5x. 5x ഇസ് ഈക്വൽ ടു 5x ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? ഇവിടെ 40 10 50 അപ്പുറത്ത് പോകും അല്ലേ? 50. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 10 വോൾട്സ് എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 10 വോൾട്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് വേണ്ടത് I3 ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് I3 കണ്ടുപിടിക്കാനാണ് അല്ലേ? ഈ I3 കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? ഈ കറണ്ട് I3, ഈ കറണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. I3 കണ്ടോ? I3 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ I3 കണ്ടോ അല്ലേ? സ്വിച്ച് ഇസ് ക്ലോസ്ഡ്, അങ്ങനെയല്ലേ പറയുന്നത്? സ്വിച്ച് ഇസ് ക്ലോസ്ഡ്, ദെൻ ദ വാല്യൂ ഓഫ് കറണ്ട് I വിൽ ബി. I എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ കറണ്ടിനെയാണ് കണ്ടോ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. I3 എങ്ങനെ കിട്ടും? I3 is equal to I3 is equal to എത്രയാണ് I3നെ എടുത്തിരിക്കുന്നത്? ഇതാണ് I3യുടെ വാല്യൂ, എക്സ് മൈനസ് 0/2 അല്ലേ? I3 is equal to x മൈനസ് 0/2. എക്സ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് 10 കണ്ടോ. 10 മൈനസ് 0/2 എന്ന് വരും, 10/2 എന്ന് വരും, 5 ആംപിയേഴ്സ് ആൻസർ വരും. ഓപ്ഷൻ 4. ഇപ്പം ഞാൻ ചെയ്തെടുത്തോണ്ടുള്ള സമയം കൂടുതലാണ്. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും, പെട്ടെന്ന് കിട്ടും കേട്ടോ. ഒരു 10 സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ മെത്തേഡ് ഉപയോഗിച്ച് പെട്ടെന്ന് 10 സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഓൾ ബ്രാഞ്ചസ്. അപ്പം ഞാൻ ഈ കറണ്ടിൽ ഞാൻ പറയാൻ പോവാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്ത സീറോ പൊട്ടൻഷ്യൽ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കണേ, സീറോ പൊട്ടൻഷ്യൽ മെത്തേഡ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതായത് ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റിന് സീറോ പൊട്ടൻഷ്യൽ അസൈൻ ചെയ്യും. സീറോ പൊട്ടൻഷ്യൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഞാൻ ഈ കോമൺ പോയിന്റ് എടുക്കുക കേട്ടോ. ഈ കോമൺ പോയിന്റ്, ഈ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ 0 എന്ന് എടുത്തു.
ഇതിനും 0 എന്ന് എടുത്തു, ഇതിനും 0 എന്ന് എടുത്തു. കണ്ടോ? കാരണം നമ്മൾ ഇതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരിടത്തും റെസിസ്റ്റൻസോ കപ്പാസിറ്റൻസോ ഒന്നും ഇല്ലല്ലോ. എല്ലാം ഇത് ഷോർട്ടഡ് ആണ്, ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ വന്ന് സെല്ലിൽ എത്തിയപ്പോൾ ഒരു പ്ലസ് കണ്ടു. പ്ലസ് കണ്ടാൽ ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം? മൈനസ് ആക്കണം അല്ലേ? പ്ലസ് കണ്ടാൽ ഇത് +80 അപ്പോൾ ഇവിടെ നമ്മൾ -80 എന്ന് കൊടുക്കും കേട്ടോ. പൊട്ടൻഷ്യൽ, ഈ പോയിന്റ് പൊട്ടൻഷ്യൽ -80 കേട്ടോ, -80. അതുപോലെ ഇതിൽ കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിലൂടെ ഇങ്ങനെ വന്ന് ദാ ഇവിടെ ഞാൻ മൈനസാണ് കാണുന്നത്. മൈനസ് കണ്ടാൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? പൊട്ടൻഷ്യൽ റേസ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. 0യുടെ കൂടെ ഈ 40 കൂടെ കൂട്ടണം. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ 40 ആണ് കേട്ടോ, 40 ആണ്. പിന്നെ ഞാൻ ഈ കോമൺ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ എക്സ് എന്ന് എടുക്കുക. ഇത് എക്സ് എന്ന് എടുത്താൽ ഇവിടെയും എക്സ് തന്നെയാണ്, ഇവിടെയും എക്സ് തന്നെയാണ് അല്ലേ? ശരിയല്ലേ? കാരണം ഈ കാണുന്ന ലൈനിൽ എവിടെയും ഒരു കമ്പോണൻസ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഞാൻ ദാ ഈ ജംഗ്ഷനിലേക്ക് കിർച്ചോഫ്സ് ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പോവാം കേട്ടോ. KJL അപ്ലൈ ചെയ്യാൻ പോവാ ആ ജംഗ്ഷനിലേക്ക്. ആ ജംഗ്ഷനിൽ നിന്നുള്ള 3 കറണ്ടുകൾ മാർക്ക് ചെയ്യണേ. ഇത് I1, ഇത് I2, ഇത് I3. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഔട്ട് ഗോയിങ് ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം I1 എഴുതാവേ. I1 നോക്കൂ, ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എക്സ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? x-0 ബൈ റെസിസ്റ്റൻസ് 30. ശരിയല്ലേ? റെസിസ്റ്റൻസ് 30 പ്ലസ് രണ്ടാമത്തെ I2 എന്ന് പറയുന്ന കറണ്ട്, I2 ഇതിൽ കൂടിയുള്ള കറണ്ട്. അതെങ്ങനെ എടുക്കും? ഈ റെസിസ്റ്റൻസിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എക്സ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ 40. അപ്പോൾ എക്സ് -40 അല്ലേ? ഇത് എക്സ്, ഇത് 40. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് x-40 ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ohms ആണ് അല്ലേ? 40 ohms പ്ലസ് മൂന്നാമത്തെ കറണ്ട് ഇതാ ഇതിലൂടെയാണ് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒറിജിനൽ ക്വസ്റ്റ്യനിൽ പൊളാരിറ്റി മാറിപ്പോയി തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ഇട്ട് തന്നെ ചെയ്യാം. ഇത് എക്സ് ആണ് കേട്ടോ. എക്സ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ -80 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എത്ര വരും? ഈ പൊട്ടൻഷ്യൽ എക്സ് അല്ല, അത് ഇവിടെ എക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിസ്റ്ററിന് അപ്പുറം ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ്, ഇവിടെ -80. അപ്പോൾ എത്രയാ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എക്സ് -80 ഡിവൈഡഡ് ബൈ ആ റെസിസ്റ്റൻസ് 40 ആണ് അല്ലേ? ആ റെസിസ്റ്റൻസ് 40 ആണ്. ഷുഡ് ബി ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ LCM എന്ന് പറയുന്നത് 120 ആയിരിക്കും അല്ലേ? 120 LCM ആണ്. ഞാൻ 120 LCM എഴുതാം കേട്ടോ. 120 വരണമെങ്കിലേ ഇതിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിലും 4 വരും. ഓർത്തിരിക്കണേ, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 3, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതും 3 തന്നെ. നമുക്ക് ഓരോന്ന് എടുക്കാം കേട്ടോ. ഞാൻ ആദ്യത്തെ ടേമിൽ 4 × x എടുത്തു. ഇത് x-0 ആണ്, അത് x ആണ് കേട്ടോ. x-0 എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. പ്ലസ് അടുത്തതിൽ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ എത്ര വരും? 3 × x-40. അടുത്തതും 3 തന്നെ. 3 × x-, ഈ നിൽക്കുന്ന മൈനസും ചേർന്നാൽ അത് പ്ലസ് ആവും. അപ്പോൾ x + 80 is equal to 0. കണ്ടോ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയി പോകും അല്ലേ? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 0 ആയി പോകും. നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. 4 × x 4x പ്ലസ് 3 × x 3x മൈനസ് 3 × 40 120 പ്ലസ് 3 × x 3x 3 × 80 240 is equal to 0. കണ്ടോ? അപ്പോൾ 4x 3x 7x 7x 3x കൂടെ 10x അല്ലേ? ഈക്വൽ ടു 240 120 കൂടെ കട്ട് ചെയ്താൽ 120 വരും. 120 അപ്പുറത്ത് ചെല്ലുമ്പോൾ -120 ആവും. കണ്ടോ? അപ്പോൾ എക്സ് എത്രയാവും? -120/10 ദാറ്റ് ഈസ് ഈക്വൽ ടു -12 volts എന്ന് വരും. ശരിയല്ലേ? -12 volts എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ പൊട്ടൻഷ്യൽ ഇപ്പോൾ കിട്ടി -12. ഇനി നമുക്ക് ഓരോ കറണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ലേ? ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. I1 ആയി എഴുതിയിരിക്കുന്നത്, ഇത് I2 ആണ്, ഇത് I3 ആണ്. 3 കറൻസ് എഴുതാം കേട്ടോ. I1 എങ്ങനെ എടുക്കും? I1 is equal to x-0/30. x/30 എന്ന് വരും. x-0/30 ഇതാണ് I1. കണ്ടോ? അത് എഴുതിയിരിക്കുന്നത്. എത്ര വരും? x/30 -12/30 എന്ന് വരും. 12/30 3 കൊണ്ട് കട്ട് ചെയ്താൽ മുകളിൽ 4 താഴെ 10 -0.4 amps എന്ന് വരും.
ഈ മൈനസ് വന്നതിനെക്കുറിച്ച് വരീഡ് ആവണ്ട കേട്ടോ. കാരണം നമ്മൾ അസ്യൂം ചെയ്ത കറണ്ടിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന I1 ഇങ്ങോട്ടാണ്, പക്ഷേ ശരിക്കും I1 ഇങ്ങോട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ മൈനസ് സൈൻ വന്നത്. അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. I2 നോക്കാം നമുക്ക്. സെക്കൻഡ് കറണ്ട് എത്രയാ? ഇവിടെ എഴുതിയിട്ടുണ്ട് x-40/40. അപ്പോൾ x-40/40 അല്ലേ? എക്സ് എത്രയാ? ഇവിടെ ഉണ്ടല്ലോ x -12 കേട്ടോ. -12 -40/40 -52 -12 -40 -52/40 -1.3 ആംസ് എന്ന് വരും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാല്യൂ ഇതിൻ്റെ പൊളാരിറ്റി തിരിഞ്ഞു കിടക്കുക ഈ സെല്ലിൻ്റെ, അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം മൈനസ് ആയിപ്പോയത് കേട്ടോ. ഇനി അത് കുഴപ്പമില്ല. എന്തായാലും I3 നോക്കാം നമുക്ക്. മൂന്നാമത്തത് I3 എത്രയാ? x മൈനസ് മൈനസ്, അതായത് x+80/40 കണ്ടോ. അതായത് -12 + 80/40 എത്ര വരും? 12 68/40 വരും അല്ലേ? 68/40 എന്ന് വരും. ഇത് 60 17 വരും. 1.7 ആംസ് എന്ന് വരും. 1.7 ആംസ് എന്ന് വരും കേട്ടോ. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. I3 എവിടെയാണ് വന്നിരിക്കുന്നത്? I3 ഇതിൻ്റെ ഡയറക്ഷൻ കറക്റ്റാണ്. 1.7 കണ്ടോ. മറ്റേ രണ്ടും നോക്കിയേ, 0.4ഉം 1.3ഉം. ഒരു 0.4 ഇങ്ങനെ വന്നു, 1.3 ഇങ്ങനെ വന്നു, രണ്ടും ചേർന്നിട്ട് 1.7 ആയിട്ട് ഇതിൽ കൂടെ താഴേക്ക് പോരും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് കറന്റ് ത്രൂ 6 ohm. പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഞാനിതിൽ ഒരു പോയിന്റിന് 0 പൊട്ടൻഷ്യൽ അസ്യൂം ചെയ്തു. ഈ പോയിന്റിന് 0 പൊട്ടൻഷ്യൽ അസ്യൂം ചെയ്തു. അപ്പോൾ നേരെ ഇതിൽ കൂടെ വരുമ്പോൾ സെല്ലിൻ്റെ നെഗറ്റീവ് കാണുന്നു. അപ്പോൾ ഞാൻ പൊട്ടൻഷ്യൽ റേസ് ചെയ്യണം, ഇത്രയും റേസ് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ 20 ആവും. ഞാൻ ഇതിൽ കൂടെ നേരെ മുകളിലേക്ക് വന്നാൽ ഇവിടെയും എത്ര തന്നെയാണ്? വേറെ ആരും ഇതിനിടയിലില്ല. ഇതിനിടയിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഈ പോയിന്റ് പൊട്ടൻഷ്യലും 20 തന്നെയാണ് കേട്ടോ. കണ്ടോ എന്താ ചെയ്തതെന്ന്? അതുപോലെ ഇതിലൂടെ നേരെ മുകളിൽ വന്നാൽ ഇവിടെയും വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ആ പോയിന്റ് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയോ. ഞാൻ ഈ പോയിന്റിന് 0 പൊട്ടൻഷ്യൽ കൊടുത്തു. ഇവിടെ ഒന്നും വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഈ പോയിന്റും 0 പൊട്ടൻഷ്യൽ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഇതിലൂടെ വരുമ്പോൾ മൈനസ് കണ്ടതുകൊണ്ട് 20 റേസ് ചെയ്തു. ഇവിടെ 20, അതേ 20 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, കാരണം ഇതിനിടയിൽ ആരും ഇല്ല. കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ എന്താ ഈ പോയിന്റ്, ഇതിനിടയ്ക്ക് കാണേണ്ട ഈ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ x എന്നങ്ങ് അസ്യൂം ചെയ്തു. ഇനി കഴിഞ്ഞു, എളുപ്പമാണ് കേട്ടോ. ഞാൻ ഒരു കറണ്ടിന് I1 എന്ന് മാർക്ക് ചെയ്തു, അടുത്ത കറണ്ടിന് I2 എന്ന് മാർക്ക് ചെയ്തു, അടുത്ത കറണ്ടിന് I3 എന്ന് മാർക്ക് ചെയ്തു. കണ്ടോ. ഈ ജംഗ്ഷനിലേക്ക് കിർച്ചോഫ് ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പോകാം കേട്ടോ. I1 + I2 + I3 ഷുഡ് ബി ഈക്വൽ ടു 0. I1 എത്രയെന്ന് പറഞ്ഞേ? ഇതാണ് I1. ഇതാണ് I1 കണ്ടോ. അപ്പോൾ ഈ റെസിസ്റ്ററിലെ കറണ്ടാണേ. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? അതിൻ്റെ ലെഫ്റ്റ് എൻഡിൻ്റെ പൊട്ടൻഷ്യൽ x, അതിൻ്റെ റൈറ്റ് എൻഡിൻ്റെ പൊട്ടൻഷ്യൽ 0 കണ്ടോ. ഈ റെസിസ്റ്ററിൻ്റെ ലെഫ്റ്റ് എൻഡ് എക്സിലും റൈറ്റ് എൻഡ് 0യിലുമാണ്. അപ്പോൾ x - 0 ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് 3 ആണ്. പ്ലസ് കഴിഞ്ഞു. I2 നോക്കാം നമുക്ക്. I2 നോക്കിക്കേ. ഇതാണ് I2 കേട്ടോ. ഇതിൽ കൂടി പോകുന്ന കറണ്ടാണേ. ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ് നിൽക്കുന്നത് 20യിലും റൈറ്റ് എൻഡ് നിൽക്കുന്ന എക്സിലുമാണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? x - 20 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആണ് കേട്ടോ, ബൈ 4 പ്ലസ്. ഇനി മൂന്നാമത്തെ നോക്ക്. I3, ഇതാണ് I3 ഫ്ലോ ചെയ്യുന്നത് ഇതിൽ കൂടിയാണ്. I3 ഫ്ലോ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ് നിൽക്കുന്നത് എക്സിലും റൈറ്റ് എൻഡ് നിൽക്കുന്നത് 0യിലും കണ്ടോ. അപ്പോൾ x - 0 ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് 6 ആണ് കേട്ടോ, ഈക്വൽ ടു 0 കണ്ടോ. 0. ഇനി നമുക്ക് LCM എടുക്കാം. ഇവിടെ LCM എന്ന് പറയുന്നത് 12 ആണ്. സോ 12 എന്ന് താഴെ എടുത്തു കേട്ടോ. ഞാനിവിടെ 12 ആക്കാൻ വേണ്ടി ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 4 × x പ്ലസ്. രണ്ടാമത്തെ ടേമിനെ ഞാൻ 3 × x - 20. മൂന്നാമത്തെ ടേമിന് 2 കൊണ്ട് 2 × x is equal to 0. സിംപ്ലിഫൈ നോക്കാം. 4x 4 × x 4 എക്സ്പാൻഡ് ചെയ്യുക കേട്ടോ. 3x - 3 × 20 16 വരും അല്ലേ. പ്ലസ് എത്ര എളുപ്പം നോക്കിയേ,
2x is equal to 0. 0 വരാനുള്ള കാരണം ഈ 12നെ ഞാൻ റൈറ്റിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ 4x ഇപ്പം എന്താ കിട്ടിയിരിക്കുന്നത്? 4x 3x 7x 2x 9x. 9x ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിട്ടി. റൈറ്റ് സൈഡിലോ ഈ -60 റൈറ്റിലോട്ട് പോയാൽ +60 ആവും കേട്ടോ. അപ്പോൾ എക്സ് എത്ര വരും? 60/9 എന്ന് വരും, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20/3 വോൾട്ട്സ് എന്ന് വരും. ഇപ്പോൾ കിട്ടിയത് ഈ പോയിന്റിന്റെ പൊട്ടൻഷ്യലാണ് കേട്ടോ. വേറെ മെത്തേഡ്സിലും ചെയ്യാം കേട്ടോ. ഞാനിതൊരു മെത്തേഡിൽ കിർച്ചോഫ് ജംഗ്ഷനിൽ വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. 20/3 ആണ്. അപ്പോൾ ഇതിൽ 20/3 കിട്ടിയ ഓരോ കറണ്ടും കിട്ടും. I1 I2 I3 നമുക്ക് നേരെ എഴുതാം. ചെയ്തു തരണം എന്നില്ലല്ലോ. ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്തേക്കാം കേട്ടോ. I1 എത്ര ഇവിടെ? x/3 ആണ് കേട്ടോ. x/3 അതായത് 20/3 ആണ് x/3. ആ 3 കൂടെ താഴെ വരുമ്പോൾ 20/9 ആംസ് എന്ന് വരും. I2 എത്രയാ? I2 സെക്കൻഡ് കറണ്ട് x - 20/4. x എന്ന് പറയുന്നത് 20/3 -20 /4. ചെയ്ത് നോക്കിയോ കേട്ടോ. 3 × 20 LCM എടുക്കുമ്പോൾ 60. 20 നിന്ന് 60 പോകുമ്പോൾ -40/-10/3 എന്ന് വരും. -10/3 ആംസ് എന്ന് വരും. ശരിയല്ലേ? 20/3 അങ്ങനെയല്ലേ? x - 20/4 ആണ്. x എത്രയാ? 20/3. അപ്പോൾ 20/3 - 20/4 60. 20 നിന്ന് 60 4 40 40/4 10 -10/3 കറക്റ്റ് ആണ്. I3 കാൽക്കുലേറ്റ് ചെയ്യാം. I3 എത്രയാ? ഇതാ x/6 ആണ് കേട്ടോ. x - 0/6 അതായത് x/6. x ഇപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നല്ലോ. x എത്രയായിരുന്നു? 20/3/6 അതായത് 20 ഈ 6ഉം 20/18 എന്ന് വരും. 6×3 = 18. അത് 10/9 ആംസ് എന്ന് വരും കേട്ടോ. 10/9 ആംസ് എന്ന് വരും. ഓക്കെ, 3 കറണ്ട് ഇപ്പോൾ നമുക്ക് സോൾവ് ചെയ്തെടുത്തു. കണ്ടോ? 3 കറണ്ട് സോൾവ് ചെയ്തെടുത്തു. ഇപ്പോൾ ചെയ്ത ഇതേപോലത്തെ ഒരു പ്രോബ്ലം ആണത് കേട്ടോ. ഒരു പ്രോബ്ലം കൂടി ഞാൻ ചെയ്യാം. 2 കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചെയ്യാവേ. ഞാൻ ഇതേപോലത്തെ സർക്യൂട്ടാണ്. ഫൈൻഡ് ദ കറണ്ട് ത്രൂ 6 ഓം റെസിസ്റ്റൻസാണ് ചോദിക്കുന്നത്. 6 ഓം. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ കോമൺ പൊട്ടൻഷ്യൽ അസ്യൂം ചെയ്യും. കോമൺ പൊട്ടൻഷ്യൽ ഇതിന് 0 പൊട്ടൻഷ്യൽ അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പോയിന്റും 0 പൊട്ടൻഷ്യലാണ്. കാരണം ഇവിടെ ഒന്നും ആരുമില്ല. ഈ പോയിന്റും 0 പൊട്ടൻഷ്യലാണ് കേട്ടോ. 0 പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഇനി ഇതിൽ കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മൈനസ് കാണുന്നത് കൊണ്ട് ഈ 3 റേസ് ചെയ്യണം. 3 കൂട്ടണം അല്ലേ? മൈനസ് കണ്ടാൽ കൂട്ടുകയല്ലേ ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് പൊട്ടൻഷ്യൽ +3 ആയിരിക്കും കേട്ടോ. ഇനി ഈ സൈഡിൽ നിന്ന് വന്ന് നോക്കാം. ഇതിൽ കൂടെ 0 ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു മൈനസ് കാണുന്നു. മൈനസ് കണ്ടാൽ നമ്മൾ പൊട്ടൻഷ്യൽ കൂട്ടണം. 4.5 കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? 4.5 എന്ന് വരും. അത് 4.5 ആണെങ്കിൽ ഇവിടെ ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഈ പോയിന്റിന്റെ പൊട്ടൻഷ്യലും 4.5 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഈ പോയിന്റിന് കോമൺ പോയിന്റിന് ഞാൻ x എന്ന് പൊട്ടൻഷ്യൽ കൊടുത്തു കേട്ടോ. ഇനി കഴിഞ്ഞു. നമുക്ക് I1 I2 I3 എന്ന് എടുക്കാം. ഇത് ഒരു കറണ്ട് I1. ഇതൊരു കറണ്ട് I2, ഇതടുത്ത കറണ്ട് I3. കണ്ടോ? 3 കറണ്ട്. അപ്പോൾ നമുക്ക് ഈ ജംഗ്ഷനിലേക്ക് ഞാൻ കിർച്ചോഫ് ജംഗ്ഷൻ ലോ അപ്ലൈ ചെയ്യാൻ പോകും കേട്ടോ. I1 + I2 + I3 ഷുഡ് ബി ഈക്വൽ ടു 0. I1 എന്താ? I1 എന്ന് പറയുന്നത് ഇതിൽ കൂടിയുള്ള കറണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ലെഫ്റ്റിലെ പൊട്ടൻഷ്യൽ x, ഇതിൻ്റെ റൈറ്റിലെ പൊട്ടൻഷ്യൽ 0. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. x - 0 അതിൻ്റെ റെസിസ്റ്റൻസ് 6. കണ്ടോ? ഓംസ് ലോ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ് റെസിസ്റ്റൻസ്. ഇനി അടുത്തത് I2 എഴുതാം. I2 ഇതിൽ കൂടി വരുമ്പോൾ ഉള്ള കേസ് കേട്ടോ. ഈ റെസിസ്റ്റൻസിലെ കറണ്ടാണ്. അത് അതിൻ്റെ ലെഫ്റ്റ് എൻഡ് നിൽക്കുന്നത് എക്സിൽ, റൈറ്റ് എൻഡ് നിൽക്കുന്നത് 3ൽ. കണ്ടോ? അപ്പോൾ ലെഫ്റ്റ് എൻഡിലെ പൊട്ടൻഷ്യൽ x, റൈറ്റ് എൻഡിലെ പൊട്ടൻഷ്യൽ 3. പൊട്ടൻഷ്യൽ ഡിഫറൻസ് x - 3 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ദെയർ ഇസ് 10 അല്ലേ? റെസിസ്റ്റൻസ് 10 ആണ്. മൂന്നാമത്തെ കറണ്ട് നോക്കാം. ഇതിൽ x ഈ കറണ്ടാണ് പറയുന്നത് കേട്ടോ. അതിൽ റൈറ്റ് എൻഡ് നിൽക്കുന്നത് എക്സിൽ, ലെഫ്റ്റ് എൻഡ് 4.5. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് x - 4.5, റെസിസ്റ്റൻസ് 3. അപ്പോൾ x - 4.5/3 = 0. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. 30 ആണ് LCM വരിക. നമുക്ക് നോക്കാം കേട്ടോ. 30 30 ഞാൻ താഴെ കൊടുത്തു. 30 ആവണമെങ്കിൽ ആദ്യത്തെ ആളെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇയാളെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്രയായി? 5 × x ആയി. രണ്ടാമത്തെ ആളെ 30 ആവാൻ 3 കൊണ്ട് 3 × x - 3. മൂന്നാമത്തെ ആളെ 30 ആവാൻ 10 കൊണ്ട് 10 × x - 4.5 = 0. ഇനി
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ടേം 5 ഇൻറ്റു എക്സ് 5x പ്ലസ് 3 ഇൻറ്റു എക്സ് 3x മൈനസ് 3 ഇൻറ്റു 3 9 പ്ലസ് 10 ഇൻറ്റു എക്സ് 10x മൈനസ് 10 ഇൻറ്റു 4.5 45 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. 5ഉം 3 8 10ഉം 18x ഇസ് ഈക്വൽ ടു 45ഉം 9ഉം 45ഉം 9ഉം കൂടി 54. അത് റൈറ്റിൽ പോകുമ്പോൾ പ്ലസ് 54. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 54/18 എന്ന് വരും. 3 വോൾട്ട് എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് ജംഗ്ഷൻ ഇപ്പോൾ കിട്ടി 3 വോൾട്ട്സ്. നമ്മളോട് ചോദിക്കുന്നത് 6 ഓമിലെ കറണ്ടാ. 6 ഓമിലെ കറണ്ടാ, അതായത് I1 ആ ചോദിക്കുന്നത്. അപ്പോൾ I1 എങ്ങനെയായിരിക്കും എടുക്കുക? I1 എന്ന് പറയുന്നത് ഈ കറണ്ട് x/6 ആണ് കേട്ടോ. അത് I1 എന്ന് പറയുന്നത് x/6 ആണ്. x ഡിവൈഡഡ് ബൈ 6. എക്സ് ഇപ്പോൾ കിട്ടിയല്ലോ. 3/6 1/2 ആംപിയർ എന്ന് വരും. മനസ്സിലായോ? ഇനി നിങ്ങൾ നോക്കിക്കോ, ഇതിലെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ, 0 വരും. കാരണം ഇത് 3ലും ഇത് 3ലും ആകുമ്പോൾ 3 - 3 0 ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതിൽ കറണ്ട് ഉണ്ടാവില്ല. ഇതിലെ കറണ്ട് 1/2. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലെ കറണ്ട് 1/2 ആയിരിക്കും. ഇതിൽ നിന്ന് വരുന്ന കറണ്ട് 1/2. അതിവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് 0 കറണ്ട് പോകുന്നു. ഇവിടെ 1/2 ആയിരിക്കും പോവുക. സോൾവ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും അതുപോലെ തന്നെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമൺ പൊട്ടൻഷ്യൽ എടുത്തു. ഇത് 0, ഇത് 0, ഇത് 0. കണ്ടോ? ഇനി നമുക്ക് റേസ് ചെയ്യാം. ഇതിൽ കൂടെ നേരെ മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് കാണുന്നു. അപ്പോൾ 6 ആഡ് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ് നിൽക്കുന്നത് +6ലാണ് കേട്ടോ. അതുപോലെ ഇതിൽ കൂടി മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് കാണുന്നു. അപ്പോൾ 8 റേസ് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ് നിൽക്കുന്നത് +8ലാണ് കേട്ടോ. ഇനി ഇതിൽ കൂടെ നേരെ മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് കാണുന്നു. അപ്പോൾ 10 റേസ് ചെയ്യണം. ശരിയാണോ? 10 റേസ് ചെയ്യുമ്പോൾ ഇവിടെ 10 വരും അല്ലേ? പിന്നെ ഈ പോയിന്റ് കോമൺ പോയിന്റ് ആയതുകൊണ്ട് എക്സ് എന്ന് ഞാൻ പേര് കൊടുത്തു. ഇങ്ങോട്ട് I1 എന്ന് കൊടുത്തു, ഇങ്ങോട്ട് I2 എന്ന് കൊടുത്തു, ഇവിടേക്ക് I3 എന്ന് കൊടുത്തു. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ജംഗ്ഷനിലേക്ക് KJL അപ്ലൈ ചെയ്യുക. I1 + I2 + I3 ഇസ് ഈക്വൽ ടു 0. KJL അപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. ഇത് ഞാനൊരു ഹോംവർക്ക് ആയിട്ട് വിടുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചെയ്യാം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് സെക്ഷനിൽ പറയാം. ആൻഡ് ഐ വിൽ കം ബാക്ക് വിത്ത് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് മോർ സെഷൻസ് ലൈക്ക് ദിസ് കേട്ടോ. ഇനി അടുത്ത ഇതിൻ്റെ സീരീസിലെ അടുത്ത സെഷൻ നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ പാർട്ട് 2 ആയിരിക്കും ചെയ്യുക. സോ സീ യു അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ ദെൻ ബൈ.